ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ നല്ലൊരു റീയൂസ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ലിക്വിഡ് ഡിറ്റർജൻ്റ് ഒരു ബോട്ടിലാണ്, ഒഴിഞ്ഞ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ സ്മെല്ലൊക്കെ പോകാനായിട്ട് ഞാൻ കഴുകി കഴിഞ്ഞിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്മെല്ലൊക്കെ വലിച്ചെടുത്തോളൂ. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതിലുണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്കർ അതുപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് വേറെ ഡിസൈനൊക്കെ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ഇപ്പം ഞാനത് ഇളക്കി കളയാണ് ചെയ്യുന്നത്. ഇനി അതിൽ ഞാൻ ഒരു മാർക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈന് ഇങ്ങനെ സ്ട്രിപ്പ് കണക്കെ വരയ്ക്കുന്നുണ്ട്. ഒരു പിച്ചാത്തി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ആ ബോട്ടിലിൻ്റെ പിടിയുടെ ഭാഗം ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട്. അത് വെട്ടി മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇത് ഇങ്ങനെ വെട്ടി വരുമ്പോൾ അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അത്രയും കണക്ഷൻ ഇല്ലാത്ത ഭാഗം വെട്ടിക്കളയുന്നതാണ് നല്ലത്. ആദ്യം പിടിഭാഗം വെട്ടി മാറ്റി, പിന്നെ ഞാൻ അത് ഒന്നുകൂടെ ചൂടാക്കുന്നുണ്ട്. പിച്ചാത്തി ചൂടാക്കിയിട്ട് എടുത്ത് നമ്മൾ ലൈൻ ചെയ്തേക്കുന്ന സ്ട്രിപ്പ് കണക്കെ ലൈൻ ചെയ്തേക്കുന്ന വരയിലൂടെ പിച്ചാത്തി ചൂടാക്കിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് ആ ഭാഗം ഉരുകി നമ്മൾ ആ സ്ട്രിപ്പ് കണക്കെ ആണ് അത് വെട്ടി മാറ്റുന്നത്. രണ്ടാമത് ഞാൻ വെട്ടി മാറ്റിയ ഭാഗം ഒട്ടിപ്പോയി. അപ്പോൾ അവിടെ നന്നായിട്ട് പിന്നെയും സ്റ്റിഫായിട്ടിരുന്നു. പിന്നെ ഞാൻ ചൂടാക്കി പിന്നെയും അത് വെട്ടി മാറ്റുന്നതാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഓരോ സ്ട്രിപ്പ് കണക്കെ അത് എല്ലാം വെട്ടി മാറ്റി എടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വെട്ടി മാറ്റുമ്പോൾ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒട്ടിയാൽ പിന്നെയും അത് നല്ല സ്റ്റിഫായിട്ട് വരും. അപ്പം പിന്നെ നമുക്ക് പണിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് അകത്തി വെക്കുന്നതായിരിക്കും നല്ലത്. വെട്ടി മാറ്റുമ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുട്ടാതിരിക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഈ ചാനലിൽ ഇതുപോലുള്ള വളരെ നല്ല ടിപ്പുകളും റീയൂസ് ഐഡിയാസ് ഉണ്ട്, അതേപോലെ റെസിപ്പീസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വെട്ടി മാറ്റിയിട്ട് പിന്നീട് നിൽക്കുന്ന സ്ട്രിപ്പൊക്കെ കാണുമ്പോൾ ഒരു റഫായിട്ട് തോന്നും. അത് പക്ഷേ നമുക്ക് പിച്ചാത്തി ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂട് പിച്ചാത്തി ആ സൈഡിൽ കൂടെ ഒന്ന് ഓടിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് മെൽറ്റായി നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. പിന്നീട് ആ സ്ട്രിപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ റിബൺ വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെ കവർ ചെയ്യാം. അല്ല തുണിയാണെങ്കിലും വെച്ച് നമുക്ക് അത് ഓരോ സ്ട്രിപ്പും നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ബോട്ടിൽ മൊത്തം അതിൻ്റെ ബാക്ക് സൈഡും ഒക്കെ ആയിട്ടുള്ള ബോട്ടം ബേസ് ആയിട്ടുള്ള ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ കവർ ചെയ്തെടുക്കാവുന്നതാണ്. വേറെ റിബൺ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇതൊന്നും ചെയ്യുന്നില്ല.
ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടുമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതേപോലെ നമുക്ക് ഇത് ഒതുങ്ങിയിരുന്നുള്ളൂ. നമ്മൾ സാധാരണയുള്ള പ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുപ്പത്തിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ വെക്കത്തക്ക രീതിയിൽ ഒതുക്കത്തിലുള്ള ഒരു പ്ലേറ്റ് സ്റ്റാൻഡാണ് റെഡി ആയിട്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇതുപോലുള്ള ക്യാനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സാധാരണ മണ്ണൊക്കെ ഇട്ടിട്ട് ചെടി നടാനായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ സ്റ്റോറേജ് ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതേപോലെ നമ്മളിത് റിബണൊക്കെ വെച്ചൊന്ന് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഡിറ്റർജൻ്റ് ക്യാനാണെന്ന് പറയത്തുപോലും ഇല്ല. വളരെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ പ്ലേറ്റ് സ്റ്റാൻഡ്. അതേപോലെ നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് നമ്മൾ വെള്ളം വലരാനായിട്ട് നമ്മൾ വെക്കുമ്പം ഈ സ്റ്റാൻഡിൽ അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് ഇതിലോട്ട് എടുത്ത് വെച്ചാലും അങ്ങനെ വെള്ളം ഊന്ന് പോകാനായിട്ട് ആണെങ്കിലും നമുക്ക് ആ രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലേറ്റ് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു റീയൂസ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.